إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. പരീക്ഷണങ്ങളെന്ന് പറയുന്നത് മനുഷ്യരുടെ കൂട്ടുകാരാണ്. പലപ്പോഴും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തകർന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പല മാർഗങ്ങളെയും അവലംബിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എഴുതി വെക്കുന്ന ആത്മഹത്യാ കുറിപ്പുകളിൽ സാധാരണയായി ഉണ്ടാകുന്നൊരു വാചകമുണ്ട്: പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്ത് നിന്ന് പ്രയാസങ്ങളില്ലാത്ത ലോകത്തേക്ക് ഞങ്ങൾ യാത്രയാകുന്നു. സമാധാനം തേടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് ആത്മഹത്യ ചെയ്യുക എന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. നിങ്ങൾ എന്തിനാണ് മദ്യപിക്കുന്നത്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്? അവരുടെ മറുപടി: ഞങ്ങൾക്കൊന്ന് സമാധാനത്തോടു കൂടി കുറച്ചു നേരം ഒന്ന് ഉറങ്ങാനാണ്, സമാധാനം കിട്ടാനാണ്. സമാധാനം കിട്ടാൻ അവർ കണ്ടെത്തിയ മാർഗം എന്താണ്? ലഹരി ഉപയോഗിക്കുക എന്നതാണ്. അല്ലാഹുവല്ലാത്ത മരിച്ചുപോയ മനുഷ്യരുടെ കബറിടങ്ങളിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവർ, നേർച്ചകൾ സമർപ്പിക്കുന്നവർ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. കുറേ പ്രശ്നങ്ങൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ സമാധാനം കിട്ടാൻ ഞങ്ങൾ കണ്ടെത്തിയ മാർഗമാണത്. വ്യത്യസ്ത രൂപങ്ങളിൽ സമാധാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമുക്ക് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സംവിധാനിച്ചത് എന്തിനാണ്? നമുക്കൊരു 50 കൊല്ലത്തെ, 60 കൊല്ലത്തെ, 70 കൊല്ലത്തെ, 80 കൊല്ലത്തെ ആയുസ് അല്ലാഹു തന്നത്. അതോടുകൂടി നമ്മുടെ ജീവിതം അങ്ങ് അവസാനിച്ച് പിന്നീട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്ന് വിചാരിച്ചുകൊണ്ടാണോ മനുഷ്യരെ നിങ്ങൾ ജീവിക്കുന്നത്? ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. മറിച്ച് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സംവിധാനിച്ചത് ലിയബ്ലുവക്കും, മനുഷ്യരെ പരീക്ഷിക്കുന്നതിനായിട്ടാണ്. എന്തിനാണ് അല്ലാഹു മനുഷ്യരെ പരീക്ഷിക്കുന്നത്? അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത്, കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്, വേദനകൾ ഉണ്ടാകുന്നത്, ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ? അല്ല. അയ്യുക്കും അഹ്സനു അമല, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ജീവിതത്തെയും മരണത്തെയും പരീക്ഷണമായി സംവിധാനിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് എന്നെ ബാധിക്കരുതെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെയും നമ്മെ ഇഷ്ടപ്പെടുന്നവരുടെയും ഞാൻ സ്നേഹിക്കുന്നവരുടെയും നമ്മെ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാൻ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുമോ?
ഖുർആൻ പറയുന്നത് അങ്ങനെയൊന്നും ഒരാൾക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം കൊണ്ട് പരീക്ഷിക്കപ്പെടും? ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടും. പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടും. സാമ്പത്തികമായ ശാരീരികമായ നഷ്ടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മരണങ്ങൾ കൊണ്ട്, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഞാൻ മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു എന്ന് പറയുന്നവരാണോ വിശ്വാസികൾ? രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാനങ്ങ് ഇല്ലാതായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ പടച്ചോൻ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നവരാണോ വിശ്വാസികൾ? ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തിക തകർച്ചകൾ കൊണ്ട്, മരണങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് എന്നോട് എന്തോ വലിയ വെറുപ്പാണ് എന്ന് വിചാരിക്കുന്നവരാണോ വിശ്വാസികൾ? പൊതുവെ ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞ കാരണത്താൽ പരീക്ഷിക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ ധരിക്കാൻ പാടില്ല. ആളുകളുടെ ഒരു പൊതുവായ ധാരണ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ധർമ്മിഷ്ഠനാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഒരു പരീക്ഷണം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആളുകളുടെ പൊതുവായൊരു ധാരണ. പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനൊന്നൊരു ധാരണ ഒരാൾക്കും വേണ്ട. അങ്ങനെ ഒരു ധാരണ ഒരാൾക്കും വേണ്ട. കഅബാലയത്തിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് സ്വഹാബികൾ ഓടി വരുന്നു. പ്രവാചകരെ, ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് കാണുന്നില്ലേ? വിശ്വാസികളായതിന്റെ പേരിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് മാന്തി പൊളിക്കപ്പെട്ട ശരീരഭാഗങ്ങളുമായി മർദ്ദനങ്ങളേറ്റ് സഹിക്കവയ്യാത്ത വേദനകളും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കടന്നു വന്ന സ്വഹാബികൾ അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളെ അങ്ങ് കാണുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുവിനോട്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? ഇന്നാ കുന്നാ ഫി ഇസ്സിൻ വനഹ്നു മുശ്രികൂൻ ഫലമ്മാ സിർനാ ആമന്നാ അളില്ല. പ്രവാചകരെ, ഞങ്ങൾ മുശ്രിക്കുകളായ കാലത്ത് ഞങ്ങൾ ജസീറത്തുൽ അറബിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ആൺകുട്ടികളായി പിറന്നവരാരും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നേരെ നോക്കി വർത്തമാനം പറയാൻ കഴിയുന്നവരൊന്നും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇസ്സത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. പ്രവാചകരെ, മക്കയിലെ തെരുവ് കുട്ടികൾ ഞങ്ങൾ ആട്ടിയോടിക്കുന്നു, മക്കയിൽ അങ്ങാടി കുട്ടികൾ ഞങ്ങളെ കല്ലെറിയുന്നു, മക്കയിൽ ഞങ്ങൾക്ക് നടന്നു പോകാൻ അവകാശം നിഷേധിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. നബിയെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഖുർആനിലൊരു വചനാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 214-ാമത്തെ വചനം. അമസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാ വല്ലറാ. അമസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ആ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ പ്രവേശിക്കുമെന്നാണോ വിചാരിക്കുന്നത്? വെറുതെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണോ വിചാരിക്കുന്നത്? മുൻഗാമികളായ പ്രവാചകന്മാരും മുൻഗാമികളായ മഹാമനീഷികളും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ നാൾവഴികളിലൂടെ കടന്നു പോകാതെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ധാരണ ഒന്നും ഒരാൾക്കും വേണ്ട. അങ്ങനെ ഒരു വിചാരവും ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല. ആളിക്കത്തുന്ന അഗ്നികുണ്ഡങ്ങളിൽ ജീവനോടുകൂടി കത്തിയെരിയുന്ന മനുഷ്യരുടെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, മരണങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും, പട്ടിണി കൊണ്ട്. ഖുർആൻ പറഞ്ഞല്ലേ, പട്ടിണി, ഭയം. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെ മനുഷ്യരെ കുറിച്ച്. ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകൾക്കിടയിൽ അന്തിയുറങ്ങാൻ കഴിയാത്ത ആയിരങ്ങൾക്കിടയിലാണ് ഭയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഭയമെന്ന വികാരത്തെക്കുറിച്ച്, ഫലസ്തീനിലെ കുട്ടികളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒന്ന്, കിടന്നുറങ്ങാൻ കഴിയാത്ത മിഠായി കടലാസുകളിൽ, മിഠായി പാക്കറ്റുകളിൽ മിഠായി പൊതിയുന്നത് പോലെ കുട്ടികളുടെ മയ്യത്തുകൾ നിരത്തിവെച്ച മനുഷ്യരുടെ ചിത്രങ്ങൾ, വിധവകളാക്കപ്പെട്ട സഹോദരിമാരുടെ വേദനകൾ, നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ. റമളാനെ കുറിച്ച് സംശയം ചോദിക്കുമ്പോൾ ഉന്നതരായ പണ്ഡിത നേതൃത്വത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പൊ അത് വലിയ വൈറലായി, ചർച്ചയായി. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം എന്താണ് അവർ ചോദിച്ചത്? അപ്പൊ ചോദ്യം 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, മഗ്രിബ് ബാങ്ക് കേൾക്കുമ്പോൾ നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടാകും? ഇല്ല. എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഉത്തരം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ആർക്കാണ് അറിയാൻ കഴിയാത്തത്? പക്ഷെ എന്തുകൊണ്ടാണ് മഹാപണ്ഡിതന്മാർക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വന്നത്? ചോദ്യകർത്താക്കൾ ആരംഭിക്കുന്നത് ഞങ്ങൾ സൊമാലിയയിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ്,
ഞങ്ങൾക്ക് അത്താഴം കഴിക്കണമെന്ന് ആഗ്രഹം. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അത്താഴമായി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നോമ്പ് മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പച്ചവെള്ളം പോലും നോമ്പ് മുറിക്കാൻ ഞങ്ങളുടെ കൈകളിലില്ല. പട്ടിണി കൊണ്ടാണ് ഞങ്ങൾ അത്താഴം കഴിക്കുന്നത്, പട്ടിണി കൊണ്ടാണ് ഞങ്ങൾ നോമ്പ് മുറിക്കുന്നത്. ഇതല്ല സ്വീകരിക്കോ? ഇത് പടച്ചോ സ്വീകരിക്കും? ഇതായിരുന്നു അവരുടെ സംശയം. തങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ ജീവിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണ് ആ മഹാപണ്ഡിതന്മാർക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വന്നത്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, മരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ. പെട്ടെന്ന് അല്ലെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മരണവാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു. നമുക്ക് വലിയ അത്ഭുതമാണ്. പെട്ടെന്ന് ഇനി എങ്ങനെ രോഗങ്ങൾ കൊണ്ട് എത്ര 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 അസുഖങ്ങളാണ്. ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. മരുന്ന് മണക്കുന്ന മുറിയിലും മൂത്രം മണക്കുന്ന കട്ടിലിലും എഴുന്നേക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്ന ആയിരങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു നമുക്കറിയുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇത് പടച്ചോനെ നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടാണോ? അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹുവിന് നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടാണോ? ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. ആരാണ് അയ്യുക്കും അഹ്സനു അമല? ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? പ്രവാചകന്മാരാണ്, അമ്പിയാക്കന്മാരാണ്. അമ്പിയാക്കന്മാരാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ. പിന്നെയോ സുമ്മൽ അംസൽ, അവരെ പോലെയുള്ളവർ, അവരുടെ വിശ്വാസം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞ വിശ്വാസികൾ അള്ളാഹു പരീക്ഷിക്കും. പരീക്ഷണങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ പേരെന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ്. ലോകത്തിന്റെ കണ്ണും കാതും മനസ്സും പരിശുദ്ധ മക്കയെ, ഹറമുകളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ബലിപെരുന്നാളിന്റെ സുദിനത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഘട്ടമാണ്. ഈദ് മുസല്ലകളിലേക്ക് കടന്നു പോകാൻ ആവേശഭരിതരായി നിൽക്കുന്ന വിശ്വാസികളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അപരനാമം തന്നെ പരീക്ഷണങ്ങളുടെ പ്രവാചകൻ എന്നാണ്. ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെട്ട മനുഷ്യരുണ്ട്. കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവർ. ഇബ്രാഹിം നബി കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലമായി, കുട്ടികളില്ല. 10 കൊല്ലായി 15 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല. ഇന്നോടത്തൊന്ന് പോയി നോക്ക്, കുട്ടികളെ കിട്ടി എത്ര സംഭവ. അവിടെ നിന്ന് പോയി നോക്ക്, എത്ര ആളുകൾ ജാറങ്ങളിലും ദർഗകളിലും മക്ബറകളിലും കൈകൾ ഉയർത്തി പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്നവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അവർക്ക് ഇബ്രാഹിം നബിയുടെ പേര് പറയാനും ഇബ്രാഹിം നബിയുടെ ചരിത്രമോർത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കാനും അവകാശമുണ്ടോ അവർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ നീ എനിക്കൊരു കുട്ടിയെ തരണം, നീ എനിക്കൊരു സന്താനത്തെ നൽകണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് 2 ആളുകൾ ഇങ്ങനെ കയറി വരികയാണ്. ഖുർആൻ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ നിരാശരാകരുത്. മനുഷ്യരെ, നമ്മൾ ആരും നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് ഒരു മോശപ്പെട്ട ധാരണ പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ട് ആ ഖുർആനിൽ. ആളുകൾ വന്ന് ഇബ്രാഹിം നബി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ വെച്ചു. പക്ഷെ ഇവരാരും ഒന്നും കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ ഇബ്രാഹിം നബിക്ക് ബേജാറായി. പഠിച്ചോൻ, എൻ്റെ ആദിത്യ മര്യാദ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇവർ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ഒരു കുട്ടിയെക്കുറിച്ച്, ഇബ്രാഹിം നബിൻ്റെ ഭാര്യയെക്കുറിച്ച് ഖുർആൻ ഒരു പ്രയോഗം നടത്തും. ലഹിഖത്ത്, ഇബ്രാഹിം നബിൻ്റെ ഭാര്യ ചിരിച്ചു പോയെന്നാണ്. ചിരിക്കാനുള്ള കാരണം എന്താ? വയസ്സാം കാലത്ത് കുട്ടിയോ? വയസ്സാം കാലത്തിൻ്റെ ഒരു കുട്ടിയോ? പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ കൊടുത്തത് നൽകാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. അള്ളാഹു ഒരാൾക്കൊരു കുട്ടിയെ കൊടുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തുള്ള സകലരും എല്ലാവരും ചേർന്നത് ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. കഴിയോ? എല്ലാവരും ചേർന്ന് ഒരാൾക്ക് ഒരു അനുഗ്രഹം നൽകാൻ തീരുമാനിക്കുന്നു. അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണത് കഴിയുക? പ്രവാചകരെ, നിങ്ങൾ പറയുക, കുൽ ഇന്ന സ്വാബനി അല്ലാഹു ബിളുർരിൻ, നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ അള്ളാഹു തീരുമാനിക്കുന്നു, ഒരു പരീക്ഷണം ഉണ്ടാകാൻ അള്ളാഹു തീരുമാനിക്കുന്നു. ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുർരി, ആ പരീക്ഷണങ്ങളെ തട്ടി നീക്കാൻ ആകാശത്തിന്റെ ചുവട്ടിലെ തമ്പുരാക്കന്മാർക്ക് ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാൻ, ഒരു പരീക്ഷണം ഉണ്ടാകാൻ അള്ളാഹു തീരുമാനിച്ചാൽ ആ പരീക്ഷണങ്ങളിൽ നിന്ന് ആർക്കാണ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ഞാൻ ഇന്ന് ഖുതുബ നടത്തി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനൊരു വാഹനാപകടത്തിൽ മരിച്ചു പോകണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുർരി, ആ പരീക്ഷണത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും തമ്പുരാക്കന്മാർക്ക് കഴിയുമോ? ഇത് ഖുർആൻ നമുക്കൊരു ആത്മവിശ്വാസം നൽകുകയും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തുആ, ഫറോവയുടെ കൊട്ടാരമുറ്റത്ത് നീ ചെല്ല്, എന്നിട്ട് ഫിർഔനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. മൂസാ നബി എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിർഔന്റെ നിലപാട് എന്തായിരുന്നു? ഫിർഔൻ വാളെടുത്ത് പടച്ചോനെ കുറിച്ചോ എന്നോടോ കൊല്ലാൻ പോയാണ് ആരെ? മൂസാ നബി അനുയായികളെ. അള്ളാഹ് പറഞ്ഞു, നീ കൂടെ വിശ്വസരെയും കൊണ്ടൊക്കെ കണ്ട് പോയിക്കോളാൻ പറഞ്ഞു. മൂസാ നബി കൂടെ വിശ്വസരെയും കൊണ്ടൊക്കെ പോയി. ആ യാത്ര പോയി നിന്നത് എവിടെയാണ്? ഒരു ശബ്ദം കേൾക്കുന്നു. ആർത്തിരമ്പുന്ന തിരമാലകളുള്ള സമുദ്രത്തിന്റെ മുന്നിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്ര പോയി നിന്നത്. മൂസാ നബി ആ സമുദ്രത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം. മൂസാ നബിയുടെ കൂടെ വന്ന ആളുകൾ പറഞ്ഞു, നമുക്ക് വന്ന വഴിയെ തിരിച്ചു പോയാലോ? ഇങ്ങോട്ട് വന്നൊരു വഴിയുണ്ടല്ലോ, ആ വഴി ബാക്കിലുണ്ട്, അതിലെ പോയാലോ? മുമ്പിൽ കടലല്ലേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും ആ വഴിയിലേക്ക് തിരിയുമ്പോൾ മറ്റൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്താ? ഏതൊരു നാട്ടിൽ നിന്നാണോ രക്ഷപ്പെട്ടു പോകുന്നത് ആ നാട്ടിലെ ഭരണാധികാരി ആയുധങ്ങളുമായിട്ട് കൊല്ലാം. മുന്നിൽ കടലാണ്, പിന്നിൽ ഫറോവയാണ്. നടുക്ക് നിൽക്കുമ്പോൾ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദറക്കുൻ. ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ വാക്കാണ് ഇന്നാല മുദറക്കുൻ. മൂസാ, നമ്മൾ പെട്ടുപോയില്ലേ, പിടിക്കപ്പെട്ടു പോയില്ലേ, കുഴപ്പത്തിലായില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അള്ളാഹു ആ റബ്ബിനെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ നിരാശരാകുന്നത്? കല്ലാ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഇന്ന മഅ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ആർത്തിരമ്പുന്ന അലറി വിളിക്കുന്ന തിരമാലകളെ സംവിധാനിച്ചവൻ, അലറി വിളിക്കുന്ന ഫറോവ ചക്രവർത്തിയുടെ സൈന്യവ്യൂഹങ്ങളെ സംവിധാനിച്ചവൻ, ആർത്തിരമ്പി കടന്നു വരുന്ന സകലർക്കും മുന്നിലും എല്ലാ വംശഹത്യകളിലൂടെയും സമുദായത്തെ നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ, നിയമ ഭേദഗതികളിലൂടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങൾക്കാരുമില്ല എന്ന് നിരാശരാകുന്ന സമുദായത്തിന് പകരം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റബ്ബുണ്ട്. ആ റബ്ബ് ഞങ്ങൾക്ക് മാർഗദർശനം നൽകും, അവൻ ഞങ്ങൾക്ക് വഴി കാണിക്കും. ആ റബ്ബ് ഞങ്ങളെ കൈപിടിച്ചുയർത്തും. പക്ഷെ പൊതുവിൽ ആളുകളുടെയൊക്കെ ഒരു സ്വഭാവം എന്താ അറിയോ? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പലപ്പോഴും ഓർക്കാൻ കഴിയാറില്ല. പടച്ചോനെ കുറിച്ച് എന്തിനാണ് റബ്ബ് നമുക്ക് ഖുർആനിൽ ഈ ചരിത്രങ്ങൾ പറഞ്ഞെന്ന് പലപ്പോഴും ഓർക്കാനും മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നു. അതാണ് സങ്കടകരമായത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, നിങ്ങൾക്കൊരു മുസീബത്തുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ, ഖാലു, വിശ്വാസികളോട് ഖുർആൻ പറയും, വിശ്വാസികൾക്കൊരു പ്രയാസമുണ്ടായാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളത് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു ഫോൺ വന്നു, അയാൾ ഫോൺ എടുത്തിട്ട് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫോൺ കട്ട് ചെയ്താൽ നമ്മൾ അയാളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? മരിച്ചതാരാ? മരിച്ച വാർത്ത കേൾക്കുമ്പോൾ പറയാനുള്ളൊരു വാക്കാണ് നമുക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആൻ പറയുന്നതോ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, വിശ്വാസികളെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന കരുത്തിന്റെ പേരാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അഗ്നികുണ്ഡങ്ങൾക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് പറയുന്നത് അഗ്നികുണ്ഡങ്ങൾക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെയും ഉമ്മയെയും മക്കയിൽ കൊണ്ടാക്കി, കഅബയുടെ അടുത്തുകൊണ്ടാക്കി. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ കഅബ അല്ല, ക്ലോക്ക് ടവറും ദാർ തൗഹീദും ഒക്കെ അമ്പര ചുംബികളായ കമാനങ്ങളുള്ള ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന മക്കയല്ല. 50 ഡിഗ്രി ചൂട് ആകാശത്തും സൂര്യനുണ്ടെങ്കിലും നടന്നു പോകുന്ന മത്വാഫിലൂടെ വഴികളിൽ കാലുകൾക്കടിയിലൂടെ തണുപ്പരിച്ച് കയറുന്ന മാർബിൾ കൊട്ടാരങ്ങളുള്ള മക്കയല്ല. ഇതൊന്നുമില്ലാത്തൊരു കാലത്താണ് ഇബ്രാഹിം നബി ഭാര്യയും മകനെയും കൊണ്ടുപോയിട്ട് ആ കഅബന്റെ അടുത്തുകൊണ്ടേ ആക്കി. ഇബ്രാഹിം നബി തിരിച്ചു പോയാണ് പഠിച്ചോന്റെ അള്ളാഹുവിന്റെ ആ തീരുമാനപ്രകാരം. ഇബ്രാഹിം നബിന്റെ ഭാര്യ ഹാജറ ബീവി പിന്നാലെ വരുന്നുണ്ട്. ഹാജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ ഇബ്രാഹിം അതിനത്തദ്ഹം, നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങളിവിടെ തനിച്ചാക്കി? ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അങ്ങ് പോകുന്നത്? ഫിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈഉൻ, മനുഷ്യരില്ലാത്ത, മരങ്ങളില്ലാത്ത, ജീവജാലങ്ങളൊന്നുമില്ലാത്ത ഈ മക്കയിൽ ഞങ്ങൾ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്? ഇബ്രാഹിം നബി ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. വീണ്ടും നടന്നു. ഹാജറ ബീവി വീണ്ടും പിന്നാലെ ചെന്നു. എന്നിട്ട് ചോദിച്ചു, യാ ഇബ്രാഹിം അയ്നത്തദ്ഹം അനത്റുകനാ ഫീ ഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈഉൻ, മരങ്ങളില്ലാത്ത, മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത ഈ ലോകത്ത്, ഈ മണ്ണിൽ ഞങ്ങൾ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് അങ്ങ് പോകുന്നത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നിട്ടൊരു മറുപടി പറഞ്ഞു, അള്ളാനെ ഏൽപ്പിച്ചിട്ടാ, പടച്ചോനെ ഏൽപ്പിച്ചിട്ടാ. ഇത് പറയാൻ നമുക്ക് കഴിയുമോ?
ഈ മറുപടി പറയാൻ നമുക്ക് ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധികളിലും ആ റബ്ബ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുമോ? അള്ളാഹു ആ നാടിനെ അത്ഭുതകരമാക്കി മാറ്റിയെടുത്തത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മക്ക എന്ന നാട് എത്ര മാറി, എങ്ങനെയാണത് ആ നാട് സുന്ദരമായ നാടായിത്തീരുന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്, ഇബ്രാഹിം നബിയുടെ തവക്കുലിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ. നമുക്കൊരു ഒരു പടച്ചോനുള്ള അടങ്ങാത്ത വിശ്വാസമുണ്ടോ? അള്ളാഹ് നമ്മളെ രക്ഷിക്കും. പടച്ചോൻ എങ്ങനെ നമുക്ക് വഴി ഇങ്ങനെ കാണിച്ചു തരും, നമ്മളറിയാത്ത രൂപത്തിൽ അള്ളാഹ് കാണിച്ചു തരും. നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അള്ള ഭക്ഷണം തന്നെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചല്ലോ, ലിബിയക്കാരനായ ആമറുൽ ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ തീരുമാനിച്ച നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പത്രങ്ങളിലും ലോകത്തെ മുഴുവൻ ചാനലുകളിലും പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. ആമറുൽ ഗദ്ദാഫി ഹജ്ജിന് പോകാൻ തീരുമാനിച്ച് വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോകണം. എയർപോർട്ടിലെത്തി, എമിഗ്രേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു, പോകാൻ കഴിയുന്നില്ല. ഒരുപാട് അദ്ദേഹം ചോദിച്ചു, എന്നെയും അതിൽ കൊണ്ടുപോയി വിമാനത്തിൽ കൊണ്ടുപോകും. ഇല്ല, താങ്കൾക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. വിമാനം പുറപ്പെട്ടു. അല്പസമയങ്ങൾക്ക് ശേഷം സാങ്കേതിക തകരാർ, വിമാനം അവിടേക്ക് തിരിച്ചു വരുന്നു. വീണ്ടും ആ വിമാനം പുറപ്പെടുന്നു, സാങ്കേതിക തകരാർ, വീണ്ടും ആ വിമാനം തിരിച്ചു വരുന്നു. പൈലറ്റ് പറഞ്ഞു, ആമറുൽ ഗദ്ദാഫിനെ കൂട്ടാൻ തന്നെ ഞാൻ പറപ്പിക്കില്ല. അദ്ദേഹത്തെ ആ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് ചെയ്തു. ആ വിമാനത്തിൽ കയറി അദ്ദേഹം ഹജ്ജ് നിർവഹിക്കുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു. നമുക്കൊരു ആഗ്രഹമുണ്ട്, പടച്ചോ നമുക്കിങ്ങനെ വഴികൾ എളുപ്പാക്കി തരാം. അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിൽ നമുക്ക് ഒരു അടങ്ങാത്ത വിശ്വാസം ഉണ്ടാകണം. ആ റബ്ബിൽ നമുക്ക് ആ ഒരു താല്പര്യം, ഇഷ്ടമുണ്ടാകണം. റബ്ബിനോട് അടങ്ങാത്ത ഇഷ്ടമുണ്ടാകണം. പക്ഷെ പലപ്പോഴും ആളുകളുടെയൊക്കെ ഒരു പൊതുവായൊരു ധാരണ എന്താ അറിയും, അവരറ്റത്തിരുന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കും. പടച്ചോനെ ആരാധിക്കണം അവരെങ്ങനെയാണ്? അറ്റത്തിരുന്നുണ്ട്, ഹർഫിൽ ഇരുന്നിട്ട് അള്ളാഹിനെ ആരാധിക്കും. പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രതിസന്ധികളൊന്നുമില്ല. ഇങ്ങനെ കുറച്ചൊക്കെ ദീനിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഒരു പരീക്ഷണം ഉണ്ടായാലോ, ഇൻകലബല വജി, പടച്ചോനെ നേരെ തിരിഞ്ഞ മുഖത്തെ അവരിങ്ങനെ മാറ്റും. എന്തിനാ കുറേ നിസ്കരിച്ചിട്ട്, എന്തിനാ കുറേ ദീന്, ഒരു ദീനും ഇല്ലാത്തവൻ, ഒരു നേരം പോലും നിസ്കരിക്കാത്തവൻ, റോക്കറ്റ് പോലെ ബിസിനസ് ആകാശം പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. 5 നേരം നിസ്കരിച്ച് ദീനനുസരിച്ച് ജീവിച്ച് സക്കാത്തും സ്വതക്കെ കൊടുത്തിട്ട് കഷ്ടപ്പാടൊന്നും മാറുന്നില്ല, പ്രയാസം. എന്തിനാ കുറേ നിസ്കരിച്ചിട്ട്? ഇൻകലബല വജി, പടച്ചോന് നേരെ തിരിഞ്ഞ മുഖത്തെ അവർ നേരെ ഇങ്ങനെ മാറ്റും. ഖുർആൻ പറഞ്ഞ കാര്യം എന്താ? ഖസറത് ദുനിയ വൽ ആഖിറ, ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ട ആളുകളാണ്. ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ആ റബ്ബിനെ കുറിച്ചുള്ള, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും താല്പര്യവും ഇഷ്ടവും അത് ജീവിതത്തിൽ വല്ലാതെ നമുക്ക് അത് സ്വീകരിക്കാൻ, നമുക്ക് ആ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ കഴിയും. ഏത് പ്രയാസം, ഏത് അഗാധമായ ഗർത്തത്തിലേക്ക് നാം വീണു പോകുമ്പോഴും ആ വീഴ്ചയിൽ നമ്മളെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന റബ്ബിനെ കുറിച്ചുള്ള, ആ റബ്ബിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, വദൂദ്, അള്ളാഹുവിൻ്റെ സ്നേഹത്തെ, അങ്ങേയറ്റം സ്നേഹം ജ്വലിച്ചു നിൽക്കുന്ന കാരുണ്യവാനാണ് റബ്ബ്. ആ സ്നേഹം ജ്വലിച്ചു നിൽക്കുന്ന റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കാനും ആലോചിക്കാനും കഴിയണം. അത് മറന്നു പോകുന്ന, നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യരായി, നഷ്ടകാരികളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഏത് സമയത്തും അവൻ്റെ മുന്നിൽ കൈകൾ ഉയർത്താനും അവൻ്റെ നേരെ കണ്ണുകൾ തുറക്കാനും അവൻ്റെ മുന്നിൽ മനസ്സ് തുറക്കാനും സാധിക്കുന്ന വിശ്വാസികളായി നാം മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാകിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് രണ്ടാമതായും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും കഴിയുന്ന ആരാധനകളുള്ള, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആദർശമാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരാധനകൾ കൊണ്ട് എല്ലാ ആരാധനകളുടെയും സംഗമമാണ് ദുൽഹിജ്ജ, ആദ്യ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പും നിസ്കാരവും ഹജ്ജും സ്വതക്കയും എല്ലാം ഉണ്ടായിരുന്ന ഇസ്ലാമിലെ ഏറ്റവും ശ്രദ്ധേയമായ ആരാധനാകർമ്മങ്ങളൊക്കെ സംഗമിക്കുന്ന ദിവസങ്ങളാണ്. ഇത്രയും മനോഹരമായ ദിവസങ്ങൾ വേറില്ല. ആ ദിവസങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജിൽ അറഫയിൽ വെച്ച് നടത്തിയ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകം മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും വായിക്കുന്നതുമല്ല. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് തുല്യതയില്ലാത്ത മനുഷ്യാവകാശങ്ങളുടെ ആശയങ്ങളെ പ്രസരിപ്പിച്ചൊരു ആദർശമാണ് ഇസ്ലാം. തൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈകാരികമായ പ്രവാചകന്റെ പ്രസംഗമുണ്ട്. അറഫയുടെ വൻമുറ്റത്ത് റസൂലുള്ളാഹി നിർവഹിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുണ്ട്. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നു, അതെല്ലാം ആഗ്രഹിക്കുന്നു. അവകാശങ്ങൾ ഉണ്ടാകണം, സമത്വം ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളത് ഇന്ന് ലോകത്തിൻ്റെ ആഗ്രഹമാണ്, വർത്തമാന ലോകത്തിൻ്റെ തേട്ടമാണ്. അവർ പ്രവർത്തിക്കുന്നതും ശബ്ദമുയർത്തുന്നതും സ്വാതന്ത്ര്യവും സമത്വവും ഈ ലോകത്ത് നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇസ്ലാമിനെ അവർ പ്രതിക്കൂട്ടം നിർത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഇരുണ്ട പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് അവർ പരിഹസിക്കുന്നു. ആ പരിഹാസങ്ങൾക്കിടയിലാണ് നമ്മൾ കേൾക്കുന്നത് അമേരിക്കയുടെ തെരുവോരത്ത് വെള്ളപ്പട്ടാളക്കാരൻ്റെ ബൂട്ടിനടിയിൽ ശ്വാസം മുട്ടി മരിച്ച ജോർജ് ഫ്ലോയിഡിന്റെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നത് ഈ വർത്തമാന ലോകത്ത് നിന്നുകൊണ്ടാണ്. തൊലി കറുത്തുപോയതിന്റെ പേരിൽ അമേരിക്കയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകാൻ കറുത്ത വർഗ്ഗക്കാരൻ അവകാശം നിഷേധിക്കപ്പെടുന്ന വർത്തമാന ലോകത്തിന്റെ മുന്നിലാണ് തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ അറഫയുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ നാവുകളിൽ നിന്ന് ലോകം കേൾക്കുന്നതും വായിക്കുന്നതും. പരസ്പരം നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം പവിത്രമാണ്. ഏതുപോലെ പവിത്രമാണ്. ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഏത് മാസത്തിന്റെ? ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ. അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നവൻ, രക്തമൊഴുക്കുന്നവൻ, സമ്പത്ത് പരസ്പരം കവർന്നെടുക്കുന്നവൻ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തിയവനെ പോലെയാണ്. ഈ നാടിന്റെ പവിത്രത പോലെ, ഏത് നാടിന്റെ? മക്ക എന്ന മണ്ണിന്റെ പവിത്രത പോലെ. എത്ര സുന്ദരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനങ്ങൾ. അത് പ്രഖ്യാപനത്തിൽ മാത്രമല്ല, ഇന്നും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാ പേപ്പറിലും എല്ലാവരുടെ നാവിലും പോക്കറ്റിലും ഒക്കെ ഉണ്ട്. പക്ഷേ ആ മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥകൾ ഇന്ന് എന്താണ്? ദളിതന് ആരാധനാലയങ്ങളിൽ കയറാൻ അവകാശമില്ലാത്ത വർത്തമാന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സവർണ തമ്പുരാക്കന്മാർ നടന്നു പോകുന്ന വഴികളിലൂടെ പിന്നോക്കക്കാരൻ നടന്നു പോകാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്താണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, എൻ്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നാണ്. റസൂലുള്ളാഹി മനുഷ്യനെ ചേർത്ത് പിടിക്കുക. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് കിടക്കുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറയുന്നു. റസൂലുള്ളാഹിന്റെ നെഞ്ചിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുനീര് വീഴുന്നു. എന്തു പറ്റി? മാലക്കയാ ബിലാൽ? അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉമ്മ പ്രസവിച്ച് എൻ്റെ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ മാറോട് ചേർത്ത് നിർത്തിയതിനു ശേഷം എന്നെ ഒരാളും ചേർത്ത് പിടിച്ചിട്ടില്ല പ്രവാചകരെ. എൻ്റെ തൊലി കറുത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചതിന് ശേഷം അങ്ങാണ് എന്നെ ചേർത്ത് നിർത്തിയത്. അബൂദർ ഗിഫാരി കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹുവിനെ വിളിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചോദ്യം എന്താ? നിന്റെ മനസ്സിന് നന്നായിട്ടില്ല അബൂദറെ? ജാഹിലിയത്തിന്റെ വൃത്തികേടുകൾ നിന്റെ മനസ്സൊന്ന് പോയിട്ടില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ആരാധനാലയങ്ങളിൽ കയറാൻ, സവർണ തമ്പുരാക്കന്മാരുടെ വീടുകളിൽ കയറാൻ അവകാശമില്ലാത്ത പിന്നോക്കക്കാരനും ദളിതനും ഒക്കെ ജീവിക്കുന്ന ഒരു കാലല്ലേ നമ്മുടേത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ താക്കോൽ കൊണ്ട് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പ്രവാചകന്റെ കൂടെ കയറ്റിയ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹും ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. ആ 2 മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മക്ക മാറ്റി നിർത്തിയ, മക്കയിലെ യജമാനന്മാർ മുഴുവൻ മാറ്റി നിർത്തിയ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. അവരുടെ ജീവിതത്തിന് അസ്തിത്വവും അർത്ഥവും നൽകി ഇസ്ലാം മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണാൻ പഠിപ്പിച്ചു. അവരുടെ പരിഹസിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. ഏതുപോലെയാണ്? അത്
സ്വന്തം സഹോദരൻ്റെ പച്ചമാംസം മുറിച്ച് കഴിക്കുന്നതിന് തുല്യമാണ് അനാവശ്യമായി നിങ്ങൾ മനുഷ്യരെ ആക്ഷേപിക്കുന്നത് എന്ന് പഠിപ്പിച്ച മതം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ആ കുസൈറ, ആ കുള്ളത്തിയുടെ വീട്ടിൽ നിന്നാണോ പ്രവാചകരെ അങ്ങ് വരുന്നത്? ഒരു ഭാര്യയെക്കുറിച്ച് ഒരു പ്രയോഗം നടത്തിയതാണ്. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു, പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, നീ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കിയ സമുദ്രം മുഴുവൻ വൃത്തികേടായി പോകും, മലിനമായി പോകും. കുസൈറ എന്ന വാക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നാവിൽ നിന്നൊക്കെ പടന്നു വരുന്ന പദപ്രയോഗങ്ങൾ പലപ്പോഴും ഈ ലോകത്തെ സകല സമുദ്രങ്ങളും മലിനമാക്കി കളയാൻ മാത്രം വിഷയഭിത്തമായ വാക്കുകളല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമുക്ക് നല്ല വിശ്വാസികളാകാൻ കഴിയുക? മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിയണം. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ മനോഹരമായ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സംസാരിക്കും. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവാചകൻ സംസാരിക്കുന്നു. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുന്നു. എത്ര സുന്ദരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമസ്കാരം, ഇസ്ലാം വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്. ഇത്രയും സുന്ദരമായ മനോഹരമായൊരു ആശയവും ആദർശവും ഇല്ല. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ച് ഉത്തരം പറയാതെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ? ഇരുന്ന് നിസ്കരിച്ചോളി. ഇരിക്കാനും കഴിയില്ലേ? കിടന്ന് നിസ്കരിച്ചോളി. യാത്രയിലാണോ? യാത്രക്കാരൻ ഇളവുണ്ട് നിസ്കാരത്തിന്. യുദ്ധത്തിലാണോ? നിങ്ങൾക്ക് നമസ്കരിക്കാൻ മാർഗങ്ങളുണ്ട്. ഒതുവെടുക്കാൻ വെള്ളമില്ലേ? തയമ്മും ചെയ്യാം. എല്ലാ എളുപ്പവും എല്ലാ നന്മയും ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങൾക്ക് നമസ്കാരത്തിന്. ഏതും. നോമ്പ്, രോഗിയാണോ? യാത്രക്കാരനാണോ? പ്രയാസങ്ങളുണ്ടോ? ഇളവുകളുണ്ട് നോമ്പിന്. മതമെന്ന് പറയുന്നത് എളുപ്പമാണ്. വിവാഹം, ഇസ്ലാമിലെ വിവാഹം എത്ര ലളിതമാണ്. വരനും വധുവും വലിയും 2 സാക്ഷികളും മഹറും ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹമായി. പക്ഷെ മനുഷ്യരതിൽ കൈകടത്തുമ്പോൾ, മനുഷ്യർ മതത്തിൽ കൈകടത്തുമ്പോൾ മതം ഭാരമാകുന്നു, മതം പ്രയാസമാകുന്നു, മതം നമുക്ക് ബുദ്ധിമുട്ടായിത്തീരുന്നു, മതം നമുക്ക് വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ലളിതമായ വിവാഹം, മവദ്ദത്തും റഹ്മത്തുമാണ് അള്ളാഹുവിൻ്റെ സമ്മാനം. അതിനെങ്ങനെയാണ് മതത്തിൽ മനുഷ്യർ കൈകടത്തി ആ വിവാഹത്തെ കൊണ്ടെത്തിച്ചത്, ആരാധനകളുടെ കാര്യത്തിൽ കൊണ്ടെത്തിച്ചത്? അതുകൊണ്ട് ഇത് സാർവലൗകികമാണ്, സാർവജനീനമാണ്, ആർക്കും പ്രയാസമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ മാസപ്പിറവികളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? പെരുന്നാളാഘോഷത്തിൻ്റെ, നോമ്പിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? 28-നും 29-നും ഒക്കെ നോമ്പ് നോറ്റിരുന്ന, പെരുന്നാൾ ആഘോഷിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. കാസർഗോഡ് കാലം മാസം കണ്ട, കാനങ്ങാട് മാസം ഉറപ്പിക്കാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? വടക്കൻ കേരളത്തിൽ മാസം കണ്ട, തെക്കൻ കേരളത്തിൽ അവർ സ്വീകരിക്കില്ലായിരുന്നു. തിരുവിതാംകൂറിൽ അത് സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീട്ടിലും ഒരു നാട്ടിലും പെരുന്നാളുകളും നോമ്പുമെല്ലാം വളരെ മോശമായ സാഹചര്യത്തിലേക്ക് കടന്നുപോയൊരു കാലഘട്ടത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ, കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. വെറുതെ രൂപീകരിക്കപ്പെട്ടൊരു സംവിധാനമല്ല. ഒരുപാട് ആലോചനകളുടെ, ചിന്തകളുടെ, ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംവിധാനമാണ്. ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെട്ടാൽ, കണക്ക് കൊണ്ട് തീരുമാനിക്കപ്പെട്ടാൽ, ആ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചയെ സ്വീകരിക്കില്ല എന്ന് ഹിലാൽ കമ്മിറ്റി കേരളത്തിലെ മനുഷ്യരോട് പ്രഖ്യാപിച്ചു. ആളുകളെല്ലാവരും മാറി. കാസർഗോഡ് മാസം കണ്ട തിരുവനന്തപുരത്ത് ആ മാസം ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിലെ മുസ്ലിം സമുദായം എത്തിയത് ഹിലാൽ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ശേഷമാണ്, ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടുകൾക്ക് ശേഷമാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഹിലാൽ കമ്മിറ്റിയും സ്വീകരിച്ച നിലപാടാണ്. സ്വന്തമായ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേര് സ്വീകരിച്ച നിലപാടുകളല്ല. സൂമു, നിങ്ങൾ നോമ്പ് നോൽക്കണം. എപ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത്? ആ മാസം നിങ്ങൾ കണ്ടാൽ. നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം, അത് മുറിക്കണം. എപ്പോഴാണ്? ആ മാസം നിങ്ങൾ കണ്ടാൽ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടാണത്. മാസം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, അത് കണ്ടാൽ നിങ്ങളത് പെരുന്നാൾ ആഘോഷിക്കുക. അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദുൽഹിജ, ഇത് പ്രത്യേകമായൊരു നിലപാടുകളൊന്നും ഈ വിഷയത്തിൽ പ്രസ്ഥാനത്തിനോ ഹിലാൽ കമ്മിറ്റിക്കോ ഇല്ല. ഇത് ഐക്യദാർഢ്യമാണ് എന്ന് ആളുകൾ പറയും. നമുക്ക് വളരെ എളുപ്പം, വളരെ മനോഹരമാണ് അത് കേൾക്കാൻ. നല്ലൊരു കാര്യമാണ്. ഐക്യദാർഢ്യമല്ലേ? ഐക്യദാർഢ്യമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഒന്നെങ്കിൽ അള്ളാഹും റസൂലും ഇത് പഠിപ്പിക്കണം. അറഫ ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ഉണ്ടാകാം. ഹജ്ജ് ഇല്ലാതാകുന്നൊരു സമയം ഉണ്ടായാൽ നമുക്ക് ദുൽഹിജ്ജില്ലേ,
നമുക്ക് ഉദഹിയത്തില്ലേ, പെരുന്നാൾ ആഘോഷങ്ങളില്ലേ, നോമ്പില്ലേ? എപ്പോഴാണ് നമ്മളിതൊക്കെ അറിയാൻ തുടങ്ങിയത്? എന്നാണ് നമ്മൾ മൊബൈലും റേഞ്ചും നെറ്റ്വർക്കുകളൊന്നും ഇല്ലാത്ത നാടുകളില്ലേ ലോകത്ത്? എല്ലാ ദിവസവും ഒരേ രൂപത്തിലാണോ, ഒരേ പ്രഭാതമാണോ ലോകത്തുണ്ടാകുന്നത്? ഇന്ന് അറഫ നടന്നാൽ ഇന്നലെ ദിവസങ്ങളാകുന്ന രാജ്യങ്ങളില്ലേ? അത് കഴിഞ്ഞു പോകുന്ന നാളെയാകും ദുൽഹിജ്ജ് 9 വരുന്ന ദിവസങ്ങളില്ലേ? എങ്ങനെയാണ് നമുക്കിതിനെ ഏകോപിപ്പിക്കാൻ കഴിയുക? ലോകം മുഴുവൻ ഒറ്റക്കാഴ്ച കൊണ്ട് നമുക്കൊരേ ദിവസം എന്ന ഒരു പറയാൻ സുന്ദരമായ, കേൾക്കാൻ രസകരമായ, ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ? ഒരിക്കലും ഇത് കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സമീപിച്ചത്, സ്വീകരിച്ചത്? നമുക്കെന്നാണ് ദുൽഹിജ്ജ് 9 വരുന്നത്, അന്നാണ് നമ്മൾ നോമ്പ് നിൽക്കേണ്ടത് എന്ന് ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും. ഇത് കേരള ഹിലാൽ കമ്മിറ്റി, കേരളത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെട്ടതും കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. ഒരു പരിധിയായി സ്വീകരിച്ചുകൊണ്ടാണ് നാം ആ നിലപാടുകൾ സ്വീകരിച്ചത്. ഞാനത് വെറുതെ പറഞ്ഞതല്ല. തിരുവനന്തപുരത്ത് കോഴിക്കോട് മാസം കണ്ടാൽ, കാപ്പാട് മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് മാസം ഉറപ്പിക്കാത്ത ഒരു കാലുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി സെന്റർ തിരുവനന്തപുരത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് കേരള ഹിലാൽ കമ്മിറ്റിയുടെ ശബ്ദം ആ നാട്ടിൽ ഉയർന്നതും ആ മാസം സ്വീകരിക്കണമെന്ന നിലപാടുകൾ ഉണ്ടായതും തെക്കൻ കേരളം മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടുകളുടെ കൂടെ വന്നതും. ഇതൊരിക്കലും ഏതെങ്കിലും ആളുകളുടെ സോപ്പിടാനോ ഏതെങ്കിലും ആളുകളെ ഒക്കെ സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ എടുത്തൊരു നിലപാടല്ല. ഈ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് അത് പെരുന്നാൾ മാത്രമല്ല. ചില ആളുകൾ പെരുന്നാൾ നമ്മൾ ജനങ്ങളോടൊപ്പം. റസൂലുള്ള പറഞ്ഞ അങ്ങനെയല്ല. നോമ്പ് അതും ജനങ്ങളോടൊപ്പമാണ്. നോമ്പും ജനങ്ങളോടൊപ്പമാണ്, ബലി ജനങ്ങളോടൊപ്പമാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു പെരുന്നാൾ മാത്രം ജനങ്ങളോടൊപ്പം, നോമ്പ് അത് വേറെ, ബലി അത് വേറെ, അങ്ങനെയല്ല. അതും ജനങ്ങളോടൊപ്പം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് വൈകാരികതകളല്ല ഈ വിഷയത്തിൽ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, ഗുണകരമായ, നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന, സമാധാനം കിട്ടുന്ന ഒരു നിലപാട് കേരള ഹിലാൽ കമ്മിറ്റി സ്വീകരിച്ച നിലപാട്. നമ്മൾ ആരെയും തള്ളിക്കളയുകയോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നും ഇതിലില്ല. നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാന്യമായൊരു നിലപാടിലേക്ക്, സാർവജനീനമായ, സാർവലൗകികമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിലപാടിന്റെ കൂടെയാണ് കേരള ഹിലാൽ കമ്മിറ്റിയും കേരള നദുവത്തുൽ മുജാഹിദീനും ഒക്കെ നിലപാട് സ്വീകരിച്ച് ദുൽഹിജ്ജ മാസമാണെങ്കിലും റമളാനിലെ നോമ്പാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതിൽ നിന്നും വലിയ വൈകാരികളത് ഉണ്ടാക്കി, ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി, നമ്മുടെ നോമ്പിനെയും പെരുന്നാളുകളെയും ഒക്കെ ഭിന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐക്യവും നന്മയുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളെയാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത്. ഭിന്നതകളെ കൂടുതൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും ഒക്കെ നന്മകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ സ്വതക്ക അത് നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബലിപെരുന്നാൾ നമസ്കാരം നാളെ നമ്മുടെ ഈ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഈദ്ഗാഹ് പ്രാവശ്യമില്ല എന്നതിൻ്റെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലാണ് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. 7:15 പെരുന്നാൾ നമസ്കാരം ഈ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്നത്. സമയനിഷ്ഠകൾ പാലിച്ച്, ഉദഹിയത്തും മറ്റ് കർമ്മങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സമയനിഷ്ഠ പാലിച്ച് തന്നെ നമ്മുടെ പെരുന്നാൾ നമസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, രോഗങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. നമ്മുടെ ചില സഹോദരങ്ങൾ, ആശുപത്രികൾ, അവരുടെ മക്കൾ വ്യത്യസ്തങ്ങളായ ഓപ്പറേഷനുകൾക്ക് വിധേയരായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആശുപത്രികളിൽ തന്നെ വിശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. അള്ളാഹുവേ, എല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ രോഗങ്ങളും നീ ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമായ മാർഗ്ഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണം റഹ്മാനെ. നീ അനുഗ്രഹിച്ചവരുടെയും നീ സ്നേഹിച്ചവരുടെയും മാർഗ്ഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ ശപിച്ചവരുടെയും നീ കോപിച്ചവരുടെയും മാർഗ്ഗത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിലെ കുട്ടികളെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. വേദനകൾ അനുഭവിക്കുന്ന ആ നാട്ടിലെ
മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ. അള്ളാഹുവെ, നീ അവർക്കെല്ലാം നിർഭയത്വം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ, സമാധാനം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ, അവർക്കെല്ലാം നീ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളൊക്കെ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ കുട്ടികൾ പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുമ്പോൾ ജീവിക്കാൻ പോലും മറന്നുപോകുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, അള്ളാഹു അവർക്കെല്ലാം നീ അനുഗ്രഹങ്ങൾ നൽകി സമാധാനങ്ങൾ നൽകി നീ അവരെ വിജയിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.